ഇൻഫർമേഷൻ ടെക്നോളജിയുടെ തൊഴിൽ സാധ്യതകളുടെ വലിയ ഒരു അവസരം തന്നെയായിരുന്നു 2000-ങ്ങൾ. എന്നാൽ 2020 ആയപ്പോഴേക്കും ഐ ടിയിൽ നിന്ന് മാറി ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് തൊഴിൽ സാധ്യതയുള്ള മേഖല ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റായി മാറി. വർഷങ്ങൾക്ക് മുമ്പ് മിലിറ്ററിയുടെ ഭാഗം ആയിട്ട് മാത്രം കേട്ടിരുന്ന ലോജിസ്റ്റിക്സ് എന്ന പദം ഇന്ന് നമ്മൾ സാധാരണക്കാർക്കിടയിലും ഒരുപാട് പ്രചാരത്തിലുണ്ട്. പലപ്പോഴും ഒരു ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് പോലും ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മൊബൈൽ ഫോൺ ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ സൈറ്റുകളിൽ നിന്ന് എടുക്കുന്നതിനോളം സാമ്പത്തിക ലാഭം ചിലപ്പോൾ ഒരു സാധാരണ റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയാൽ ലഭിക്കണമെന്നില്ല. അവിടെ ഉൽപ്പാദകൻ നേരിട്ട് ഉപഭോക്താവിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് കൊണ്ട് ഉൽപ്പാദകന് ലഭിക്കുന്ന ലാഭം നമ്മൾക്കും കൂടെ പങ്കിട്ടെടുക്കാൻ സാധിക്കും. പക്ഷേ ഒന്ന് ഓർക്കുക, ഫ്ലിപ്കാർട്ടോ ആമസോണോ സ്വന്തമായി അല്ല ഫോൺ ഉണ്ടാക്കുന്നത് നമുക്ക് തരുന്നത്. ഫ്ലിപ്കാർട്ടും ആമസോണും ഉൽപ്പാദകനിൻ്റെയും ഉപഭോക്താവായ നമ്മളുടെയും ഇടയിൽ നിന്ന് നമ്മളിലേക്ക് ആ സർവീസാണ് തരുന്നത്. ആ സർവീസിനാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഉൽപ്പാദകനിൽ നിന്ന് ഈ സർവീസ് പ്രൊവൈഡറിലൂടെ നമ്മളിലേക്ക് എത്തി തിരിച്ച് അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എത്തുമ്പോഴേക്ക്, അഥവാ അതിൻ്റെ സാമ്പത്തിക ലാഭം കൂടെ ഉൽപ്പാദകനിലേക്ക് എത്തുമ്പോഴേക്ക് തീർത്തും പറയാം, ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോസസ്സ് സംഭവിച്ചു. അതായത് ലോജിസ്റ്റിക്സ് എന്ന പദം ഒരു സബ്സെറ്റായി എടുക്കുകയാണെങ്കിൽ സൂപ്പർ സെറ്റായി മാറുകയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്നത് വെയർഹൗസുകളാണ്. വെയർഹൗസുകൾ എന്നാൽ ഫിസിക്കലായി സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം. ഫിസിക്കലായി സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ സഹായത്തോടുകൂടി വെയർഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് സ്റ്റോക്കും ഇൻവെൻട്രിയും ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സും എന്നീ പ്രധാന കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ വെയർഹൗസിൽ തന്നെയാണ്. പലപ്പോഴും വെയർഹൗസിലെ ജോലികൾക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, യുവാക്കളെന്നോ മധ്യവയസ്കരെന്നോ വ്യത്യാസമില്ല, വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമായിരിക്കില്ല. ഇന്ന് നിലവിൽ കേരളത്തും വിദേശ രാജ്യങ്ങളിലും അനേകം തൊഴിൽ സാധ്യതകളാണ് വെയർഹൗസ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മേഖലകൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, വെയർഹൗസിംഗ് എന്നീ കോഴ്സുകളെക്കുറിച്ച് പഠിക്കാൻ വളരെ ചെറിയ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, ഡിപ്ലോമ പ്രോഗ്രാം, ഡിഗ്രി പ്രോഗ്രാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അങ്ങനെ പല തരത്തിലുള്ള കോഴ്സുകൾ നിലവിലുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു യുവാക്കൾക്ക് ഓഫ്ലൈനായി പഠിക്കാൻ സാധിക്കാത്തതുകൊണ്ടും ഓൺലൈനായി പഠിക്കാൻ വളരെ ഉയർന്ന ഫീസ് സമ്മതിക്കാത്തതുകൊണ്ടും ഇന്നും ലോജിസ്റ്റിക്സിലെ ജോലി നേടിയെടുക്കാനും അത് ഉപയോഗപ്പെടുത്താനും നമ്മൾക്ക് സാധിക്കുന്നില്ല. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞാലും 75% ജോലി ഒഴിവുകളും വെയർഹൗസിങ്ങിലാണ് ആദ്യം ലഭിക്കാറ്. കാരണം ആദ്യമേ പറഞ്ഞതുപോലെ ലോജിസ്റ്റിക്സിൻ്റെയും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ നെടുന്തൂണ് ആയി പ്രവർത്തിക്കുന്നത് വെയർഹൗസുകൾ തന്നെയാണ്. നേരത്തെ നമ്മൾ മൊബൈൽ ഫോൺ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങുന്ന കാര്യം പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള റീറ്റെയിലറിനെക്കാട്ടിലും വില കുറച്ചായിരിക്കും അത് ലിസ്റ്റ് ചെയ്യുന്നിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഫ്ലിപ്കാർട്ട് മാനുഫാക്ചറേഴ്സ് അല്ല, അവർ സർവീസ് പ്രൊവൈഡേഴ്സാണ്. അഥവാ നമുക്ക് വേണ്ടി അവർ ചെയ്യുന്നത് ലോജിസ്റ്റിക് സർവീസാണെന്ന് കൂട്ടിച്ചേർക്കാം. പക്ഷേ അവരുടെ പ്ലാറ്റ്ഫോമിൽ കൃത്യമായി ലിസ്റ്റ് ചെയ്ത ഐറ്റംസാണ് നമ്മൾക്ക് എത്തിക്കുക. അവരുടെ ലോജിസ്റ്റിക് പാർട്ട്നേഴ്സായ ഈ കാർട്ട് മുഖേനയായിരിക്കും മിക്കവാറും നമ്മൾക്ക് വേണ്ട കൺസൈൻമെൻറ്റ്സ് എത്തുക. പലപ്പോഴും ഈ ഫോൺ ഉണ്ടാക്കുന്ന ഉൽപ്പാദകനെക്കാട്ടിയും കൂടുതൽ ലാഭം ഈ പറയുന്ന ഫ്ലിപ്കാർട്ടിനായിരിക്കും. കാരണം ഈ ഉൽപ്പാദകന് ഈ ഫോൺ വിറ്റ് കിട്ടുന്ന ലാഭം മാത്രമേ ഉള്ളൂ. എന്നാൽ ഫ്ലിപ്കാർട്ടിനെ സംബന്ധിച്ചോ ഏത് ഫോൺ വിറ്റാലും ഫ്ലിപ്കാർട്ടിന് പൈസ കിട്ടും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഫ്ലിപ്കാർട്ടിൻ്റെ വെയർഹൗസുകളിൽ ഇരിക്കുന്ന അനേകം കമ്പനികളുടെ ഫോണുകൾ അവർ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഉപഭോക്താക്കൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും അതിൻ്റെ ലാഭം കൃത്യമായി ഫ്ലിപ്കാർട്ടിന് ലഭിക്കുകയും ചെയ്യും. അതായത് ഉൽപ്പാദകനേക്കാൾ ലാഭം ഇവിടെ സേവനങ്ങൾക്ക് ലഭിക്കുന്നു എന്നർത്ഥം. കാരണം കാര്യക്ഷമമായ ഈ സേവനം കൊണ്ടാണ് ഉൽപ്പാദനം സാധനങ്ങൾക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ വില ലഭിക്കുന്നത്. ഫ്ലിപ്കാർട്ട് ഒരു ഉദാഹരണം മാത്രം. നേരത്തെ പറഞ്ഞ ഇതേ ഫോൺ മാനുഫാക്ചറേഴ്സിനും സ്വന്തമായി ലോജിസ്റ്റിക്സും വെയർഹൗസും ഉണ്ട്. റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാനും കളക്ട് ചെയ്ത റോ മെറ്റീരിയൽ കൊണ്ട് പ്രൊഡക്ഷൻ ചെയ്ത സാധനങ്ങൾ സൂക്ഷിക്കാനും വെയർഹൗസുകൾ തന്നെയാണ് അവർ ആശ്രയിക്കുന്നത്. അതിനും കൃത്യമായ ഒരു ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കുണ്ടാകും. ആ വെയർഹൗസുകളിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ഓർഡറുകളും സെയിൽസ് ഓർഡറുകളും ഇൻവോയ്സുകളും ലേബൽസും ഒക്കെ നടത്തുക. പ്രൊഡക്ഷൻ ഒരിക്കലും തടസ്സപ്പെടാത്ത വണ്ണം കാര്യങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുകയും എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് കയറ്റി കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഒരു വെയർഹൗസ് മാനേജറുടെ ധർമ്മമാണ്. വെയർഹൗസുകളിൽ ഒരു സാധനം സൂക്ഷിക്കുന്ന രീതി എല്ലാവർക്കും തന്നെ ആക്സസിബിൾ ആയി അത് തിരിച്ചെടുക്കാനും സാധിക്കും. കോമൺ ആയ ഒരു പാറ്റേൺ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്പേസ് നമുക്ക് വളരെയധികം എഫിഷ്യൻ്റായി യൂസ് ചെയ്യാനും വെയർഹൗസ് നമ്മളെ സഹായിക്കുന്നു. വെയർഹൗസ് അസിസ്റ്റൻറ്റ് എന്ന ഒരു ചെറിയ ജോലിയിൽ തുടങ്ങി പിക്കി പാക്കിംഗ്, ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ, കൺവെയർ ടെക്നീഷ്യൻസ്, ഡോക്യുമെൻറ്റേഷൻ എക്സിക്യൂട്ടീവ്സ്, വെയർഹൗസ് സൂപ്പർവൈസേഴ്സ്, വെയർഹൗസ് മാനേജേഴ്സ്, അങ്ങനെ ധാരാളം വ്യത്യസ്തമായ തൊഴിലുകളുള്ള ഒരു മേഖലയാണിത്. പലപ്പോഴും അമിതമായ ഫീസും സമയനഷ്ടവുമാണ് പലരെയും ഈ മേഖലയിൽ പഠിപ്പിക്കുന്നതിൽ നിന്ന് നടക്കുന്നത്. ഇവിടെ കാസർഗോഡ് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സീഡ് ഇൻ്റർനാഷണൽ പൂർണ്ണമായും ഓൺലൈൻ സൗകര്യത്തോടു കൂടിയും എന്നാൽ ഒരു ക്ലാസ് റൂമിൽ ലഭിക്കുന്ന അതേ പെർഫെക്ഷനോട് കൂടിയും 2 മാസം കൊണ്ട് പൂർത്തിയാകുന്ന സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൗസ് മാനേജ്മെൻറ്റ് കോഴ്സ് നടത്തുന്നുണ്ട്. 9,900 എന്ന ഒരു ചെറിയ ഫീസിലാണ് ഈ കോഴ്സ് നടത്തുന്നത്. സ്റ്റഡി മെറ്റീരിയലും പരീക്ഷാ ഫീസും എല്ലാം ഉൾപ്പെടെയാണ് ഈ ഫീസ് വരുന്നുള്ളൂ. അതുകൂടാതെ 2 മാസം ഇൻസ്റ്റാൾമെൻ്റ് ആയി തന്നെ അടയ്ക്കാനും സൗകര്യമുണ്ട്. നിലവിൽ ഇതിൻ്റെ ഓൺലൈൻ ബാച്ച് റണ്ണിംഗ് ആണ്. ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ പോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവർ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 24 മണിക്കൂറും അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പരസ്പരം വിദ്യാർത്ഥികൾക്കും ട്രെയിനേഴ്സിനും സംശയങ്ങളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാവുന്നതും കൂടുതൽ അറിവ് നേടാവുന്നതുമാണ്. മറ്റൊന്ന്, ബേസിക്കായ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം തന്നെ പ്രീ റെക്കോർഡായി ഇട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജോലി സമയവും ഒഴിവ് സമയവും നോക്കി നിങ്ങൾക്ക് തന്നെ
ആ ക്ലാസ് ദിവസത്തിൽ പൂർത്തിയാക്കാവുന്നതാണ്. അഥവാ ഒരു ദിവസം ഇന്ന് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് അത് കേട്ടും കണ്ടും പഠിക്കാവുന്നതുമാണ്. എല്ലാ ദിവസവും അതാത് ദിവസത്തെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുകയും മുന്നേ ഉള്ള ക്ലാസ്സുകൾ അവിടെ തന്നെ നിലനിർത്തുകയും ചെയ്യും. സിലബസിന് അനുസരിച്ച് തയ്യാറാക്കിയ ബുക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊറിയറായി ലഭിക്കുന്നതാണ്. ആ ബുക്കിൻ്റെ അതേ ഓർഡറിൽ തന്നെ സിലബസ് ബേസ് ചെയ്ത ക്ലാസ്സുകളായതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പൂർണ്ണമായും മലയാളത്തിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. വിദ്യാഭ്യാസ മാനദണ്ഡമില്ലാതെ ഏതൊരാൾക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. ബുക്ക്, ക്ലാസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെ 3 മെത്തേഡിലൂടെ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, വെയർഹൗസ് മാനേജ്മെൻറ്റ്, ജനറൽ മാനേജ്മെൻറ്റ് അങ്ങനെ വെയർഹൗസിങ്ങിനെ കുറിച്ചും മാനേജറിയൽ സ്കില്ലിനെ കുറിച്ചും എല്ലാം നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാനേജ്മെൻറ്റ്, പ്രാക്ടിക്കൽ സ്കില്ല് ഒക്കെ ഈ ഓൺലൈൻ കോഴ്സിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഒരു സംശയത്തിനിട ഇല്ലാത്തവണ്ണം 2 മാസത്തെ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് വെയർഹൗസിൽ അസിസ്റ്റൻ്റായോ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ സൈഡിലോ ഒക്കെ പ്രവേശിക്കാവുന്നതാണ്. എന്തായാലും ഒരു വെയർഹൗസ് മാനേജർ അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ മാനേജറിയൽ സ്കില്ലും പഠിക്കുന്ന എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നു. ഇൻ്റർവ്യൂ സ്കില്ലും പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് സ്കില്ലും നൽകുന്നതിനോടൊപ്പം 100% പ്ലേസ്മെൻറ്റ് ഹെൽപ്പും ചെയ്തു തരുന്നതാണ്. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ഓൺലൈൻ എക്സാമും അതിനുശേഷം അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, കോഴ്സ് സർട്ടിഫിക്കറ്റും ഈ 2 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ഏതെങ്കിലും ഒരു വെയർഹൗസിൽ ഒരു ട്രെയിനിയായി വെയർഹൗസ് പഠിച്ചെടുത്ത് കാലങ്ങളോളം കൊണ്ട് സീനിയോറിറ്റിയിലൂടെ വളർന്നു വരുന്നതിലും പെട്ടെന്ന് തന്നെ ഒരാൾക്ക് വെയർഹൗസ് അസിസ്റ്റൻ്റായി പ്രവേശിക്കാനും എത്രയും പെട്ടെന്ന് സീനിയർ പൊസിഷനിലേക്ക് പോകാനും ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കുന്നു. പ്രധാനമായും ടെക്നിക്കൽ സ്കില്ലിനോടൊപ്പം നിങ്ങളുടെ മാനേജറിയൽ സ്കിൽ കൂടെ വളരുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ കോഴ്സിനുള്ളതിനാൽ നിങ്ങൾക്ക് തീർച്ചയായും സൂപ്പർവൈസർ, മാനേജർ പൊസിഷനിൽ ശോഭിക്കാൻ സാധിക്കും. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ജൂനിയർ ലെവലിലായാലും മിഡിൽ ലെവലിലായാലും സീനിയർ ലെവലിലായാലും കൃത്യമായി തന്നെ ഉത്തരങ്ങൾ പറയാനും അത് നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സ്വന്തമായി വെയർഹൗസ് സ്ഥാപിക്കുന്നവരുണ്ട്. വെയർഹൗസിലും ലോജിസ്റ്റിക്സിലും കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്നതിനും സാധ്യതകളുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും എല്ലായിടത്തും തന്നെ ഇ കൊമേഴ്സിൻ്റെ വരവോടെ ലോജിസ്റ്റിക്സിനും വെയർഹൗസിനും അനേകം തൊഴിൽ സാധ്യതകളാണ്. കേരളത്തിൽ കൊച്ചിയിലെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും ലോജിസ്റ്റിക്സ് മേഖലയിൽ ഒരു വലിയ എടുത്തുചാട്ടമാണ് നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നത്. കൂടാതെ മെഡിക്കൽ ഷോപ്പ് ചെയിനുകൾക്കും സ്വന്തമായി വെയർഹൗസുകളുണ്ട്. മറ്റ് ഉപഭോക്താക്കൾക്കായി സേവനം ചെയ്തു കൊടുക്കുന്ന തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതും വളരെയധികം സാമ്പത്തിക ലാഭം നേടാവുന്നതുമാണ്. ഒരിക്കലും അവസാനിക്കാത്ത വെയർഹൗസ് മേഖലയിലെ പ്രസക്തി നിങ്ങൾക്കും ഉപയോഗിക്കാനായി സാധിക്കുന്നതും വേഗം നിങ്ങൾ ഈ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക. മനുഷ്യരുള്ളിടത്തോളം സാധനങ്ങൾ എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും വെയർഹൗസിങ്ങിൻ്റെ ആവശ്യകതയും ലോജിസ്റ്റിക്സിൻ്റെ ആവശ്യകതയും ഒരിക്കലും അങ്ങുന്നില്ലല്ലോ. വിദ്യാഭ്യാസമോ പ്രായപരിധിയോ ലിംഗഭേദമോ ഇല്ലാതെ ഹൗസിങ്ങും മാനേജ്മെൻറ്റും വേണമെന്നും ഒരു ഉത്തരവാദിത്തമുള്ള ജോലി നേടി നല്ലൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സമയത്തിന് ഒരു ക്ലാസ്സും ഓൺലൈൻ കോഴ്സാണ് പഠിക്കുന്നതെന്ന് ഉള്ള ഒരു പരിമിതിയും ഇല്ലാതെ തന്നെ ഈ കോഴ്സ് പൂർത്തിയാക്കാം. വളർച്ചയുടെ മേഖലയായ വെയർഹൗസിങ്ങിൻ്റെ മേഖലയിലേക്കും ലോജിസ്റ്റിക്സിൻ്റെ മേഖലയിലേക്കും മാനേജ്മെൻറ്റിൻ്റെ മേഖലയിലേക്കും തീർച്ചയായും എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. വളരെ കുറഞ്ഞ ഫീസോടെ ഇൻസ്റ്റാൾമെൻറ്റോടുകൂടി അടയ്ക്കാവുന്ന 2 മാസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന 2 മാസം കൊണ്ട് തൊഴിൽ ലഭിക്കുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ടീം അഥവാ കൂട്ടായ്മ